ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സംഗീത സാഗരം വിമൻസ് ഓൺലി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നോട്ട് പുസ്തക വിതരണം മുൻ MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. സംഗീത സാഗരം വിമൻസ് ഓൺലി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ +1 വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് പുസ്തക വിതരണം 5ാം വർഷം ഗ്രൂപ്പ് അഡ്മിൻ സീനത്ത് റഷീദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മുൻപിലിരിക്കുന്നതിന്റെ ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെയാണ്. അവരുടെ നിസ്വാർത്ഥമായ സഹകരണം എന്നോട് കാണിക്കുന്നെന്തോ എനിക്കറിയില്ല. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. നമ്മളൊരു പ്രോഗ്രാം വെച്ചാൽ അതെങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ നടത്തണം, നമ്മളൊരു നിർദ്ദേശമുള്ളൂ, ബാക്കി അവർ ചെയ്തോ. ആ ഒരു മനോഭാവമാണ് എൻ്റെ ഈ പരിപാടികളെന്നല്ല ഏത് പരിപാടിയുടെയും വിജയം. അങ്ങനെയല്ലേ? എൻ്റെ കൂടെ ഉണ്ടാകുന്ന ചങ്കുകളാണ് എല്ലാവരും. അതിന് ആൺപിള്ളേരോട് പെൺപിള്ളേരോട് പിള്ളേരൊക്കെ ഉണ്ടാവുന്നത് പിള്ളേരുടെ പരിപാടിയാണ്. MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. അവരെങ്ങനെ പോകണം, അവരാ മേഖലയിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിവുകൾ കിട്ടുന്നതാണ് കേൾക്കുന്നത്. അത് അറിവുകൾ കിട്ടുമ്പോൾ കൃത്യമായിട്ട് ആൾക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാൻ കഴിയും. ആ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് അറിവുകൾ ആവശ്യമാണ്. അത് മോട്ടിവേഷൻ ക്ലാസ് എടുത്തവരെ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇക്കാലത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഓരോ കുട്ടികളും വളർന്നു വരുമ്പോൾ അവർക്ക് വളരെ പ്രതീക്ഷയുള്ളത് ഏറ്റവും ആദ്യം പ്രതീക്ഷയുള്ളത് മാതാപിതാക്കൾ. മാതാപിതാക്കൾക്കായിരിക്കും അവർ നന്നായി പഠിച്ചു വരുമ്പോഴും നന്നായി മുന്നേറുമ്പോഴും ഒക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സമൂഹവും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ അവർക്ക് വേറെ സന്തോഷമുള്ള കാര്യമാണ്. തുടർന്ന് പുസ്തക വിതരണം നടത്തി. മുഖ്യ അതിഥി ഡിവിഷൻ കൗൺസിലർ സുഹാന സുബൈറിനെ പൊന്നാടണിയിച്ച് ആദരിച്ചു. മുഹമ്മദ് സഗീർ സാർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. മുൻ കൗൺസിലർ ഹൈസന്ത്, MM സലീം, ഹാഷിം ഖാൻ, നൌഷാദ് തലശ്ശേരി, നസീമ ഖാദർ, BY നാസർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുക്കേണ്ടത്. നിങ്ങൾക്ക് കോടാനുകോടിയുടെ സ്വത്ത് മക്കൾക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയിരുന്നില്ല, ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ലെന്നുണ്ട്. പക്ഷെ കോടാനുകോടിയുടെ സ്വത്ത് മക്കൾക്ക് കൊടുത്താലും ചിലപ്പോൾ അവരതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചു കൊള്ളണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷെ നിങ്ങൾ ശരിയായ വിദ്യാഭ്യാസം കൊടുത്താൽ മരണം വരെ ആ കുട്ടി അതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയും. എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയേറെ ഇത് വൈഭവം കാണിക്കുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ്. മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അന്നത്തെ വൈദ്യശാസ്ത്ര വിദഗ്ധരും അതുപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരും തീരുമാനിച്ച് ഇദ്ദേഹത്തിന്റെ തലച്ചോറൊന്ന് പരിശോധിക്കണം. അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടത് ഒരു സാധാരണ വ്യക്തിയുടെ തലച്ചോറിന്റെ അതേ വലിപ്പവും അതേ തൂക്കവും അതേ രൂപവുമാണ് അതിനകത്ത് കണ്ടതെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അവിടെ നിന്ന് അവർ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരുപോലെയാണ്, എല്ലാവർക്കും കഴിവുകൾ നൽകിയിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ താഴോട്ട് പോയത് എന്നുള്ളതാണ് പ്രശ്നം. പലരും ഉയർച്ചയിലേക്ക് വരേണ്ടതാണ്, പക്ഷെ പലരും അത് പിന്നോട്ട് പോയത്. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നില്ലേ, ജിമ്മിലൊക്കെ പോയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ഇങ്ങനെ വളർന്നു വരും. എന്നതുപോലെ നമ്മുടെ തലച്ചോറ് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേണ്ട രീതിയിൽ വളർന്നു വരുമെന്നാണ് പറയുന്നത്. പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം പ്രസംഗം നിർത്തിയാൽ മാത്രമേ എനിക്ക് സെറ്റിലോട്ട് പോകാം. ഞാൻ അതിനുവേണ്ടിയുള്ള കാത്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പോലെ അപ്പൊ ഇപ്പൊ 10ാം ക്ലാസ് പാസ്സാകാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് മുഴുവൻ സബ്ജക്റ്റും
വിജയിച്ചാൽ മാത്രമേ പാസ്സാവുള്ളൂ. ഞാൻ പഠിച്ചത് EMGH സ്കൂളിലാണ്. അന്ന് ഞങ്ങൾ മുസ്ലിം പേര് ആരെ പാസ്സായതാണ്. സുനിത ഫൈസൽ സ്വാഗതവും തെൽഹത്ത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.